ചില പേഷ്യൻസ് പറയുന്ന കാര്യമാണ്. എനിക്കറിയാം ഡോക്ടറെ, ഇത് ഭക്ഷണം കഴിച്ചിട്ടുള്ള വണ്ണമൊന്നുമല്ല, ഇത് നീരാണ്. നിങ്ങൾ പലർക്കും അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. വളരെ കുറച്ച് ഭക്ഷണം കഴിക്കുന്നവരാണെങ്കിലും വണ്ണം കൂടി കൂടി വരുന്നു. ശരിക്കും നീര് കൊണ്ട് വണ്ണം കൂടുമോ? ഒരിക്കൽ നടി വിദ്യാബാലൻ അവരുടെ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഞാൻ വണ്ണം കുറയാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇന്റൻസ് വർക്കൗട്ടുകൾ ചെയ്യുന്ന ആളായിരുന്നു, നന്നായിട്ട് ഡയറ്റ് ഫോളോ ചെയ്യുന്ന ആളായിരുന്നു. പക്ഷെ എത്രയൊക്കെ ശ്രദ്ധിച്ചാലും കുറച്ച് വണ്ണം കുറയും, പക്ഷെ പിന്നീട് അതുപോലെ തിരിച്ചു വരും. നമുക്ക് ആ ഇന്റർവ്യൂവിലെ കുറച്ച് പോർഷൻസ് ഒന്ന് കണ്ടു നോക്കാം. All my life, I've struggled to be thin. All my life, I've dieted like crazy. I've exercised like crazy. Sometimes I would lose weight and then it would come back. No matter what I did, my weight was only increasing. The more it increased, the more I would go and work out. And then early on this year, I met a nutritional group called Amura in Chennai. And they said, your seems, I think this is just inflammation. It's not really fat. So what we want you to do is, and in most cases, by the way, with people who put on a lot of weight, it is inflammation. So they put me on a diet to get rid of the inflammation, elimination of inflammation it's called. And it worked beautifully. The weight went like that because they eliminated foods that were not suiting me, and they asked me to stop working out. This is the first year when I haven't worked out. അങ്ങനെ വണ്ണം കുറയാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത ആളായിരുന്നു അവര്. അങ്ങനെ ശരീരത്തിൽ നീർക്കെട്ട് ഉണ്ടാക്കുന്ന, ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ ഒഴിവാക്കിയിട്ട് അവര് ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്ന ആഹാരങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി. അങ്ങനെയാണ് അവർ ആ വണ്ണം കുറച്ചത്. ആന്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് അവർ വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എന്ന് അവർ ഇന്റർവ്യൂവിൽ പറയുന്നു. അതുപോലെ പല പേഷ്യൻസും പറയാറുണ്ട്, നന്നായിട്ട് ഡയറ്റ് നോക്കുന്നുണ്ട്, നന്നായിട്ട് എക്സസൈസ് ചെയ്യുന്നുണ്ട്, പക്ഷെ വണ്ണം കുറയുന്നില്ല. നമ്മുടെ കമന്റിലും പലരും ഇത് പറഞ്ഞിട്ടുണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഈ ആന്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് നിങ്ങളുടെ വണ്ണം കുറയ്ക്കാൻ വേണ്ടി, അതുപോലെ നിങ്ങൾക്ക് നീർക്കെട്ട് മൂലം ഉണ്ടാകുന്ന ഒരുപാട് അസുഖങ്ങൾ ഇല്ലാതാക്കാൻ ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും. അതുപോലെ നമുക്ക് ഒരുപാട് അസുഖങ്ങൾ വരാതിരിക്കാനും ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും. ആദ്യം എന്തുകൊണ്ടാണ് ശരീരത്തിൽ ഈ നീർക്കെട്ട് ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കണം. അതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. നീർക്കെട്ട് ഉണ്ടാകുന്ന ആഹാരങ്ങൾ, അത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിക്കേണ്ട ആഹാരങ്ങൾ, പിന്നെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഫോളോ ചെയ്തു പോകാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട്, അതും കൂടി ഈ വീഡിയോയിൽ പറയാം. ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ മുർഷിദ. ആദ്യം നീർക്കെട്ട് എന്താന്ന് പറയാം. നീർക്കെട്ട് 2 തരത്തിലുണ്ട്. പെട്ടെന്നുണ്ടാകുന്ന നീർക്കെട്ടും അതുപോലെ കാലക്രമേണ ഉണ്ടാകുന്ന നീർക്കെട്ടും. പെട്ടെന്ന് ഉണ്ടാകുന്നതിന് നമ്മൾ അക്യൂട്ട് ഇൻഫ്ലമേഷൻ എന്നാ പറയാം. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അല്ലെ, നമ്മുടെ കൈ എവിടെയെങ്കിലും ശക്തിയായിട്ട് ഇടിച്ചു എന്ന് വിചാരിക്കാം. ആ ഭാഗത്ത് വേദന വരും, പൊങ്ങി നിൽക്കും, ഒരു നീർക്കെട്ട് വരും അല്ലെ. എന്നാൽ വേദനയില്ലാതെ പതുക്കെ പതുക്കെ കാലക്രമേണ നമ്മുടെ ശരീരത്തിൽ ജനറലൈസ് ആയിട്ട് ഒരു നീർക്കെട്ട് ഉണ്ടാവും. അതിനെയാണ് ക്രോണിക് ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത്. ഇന്ന് കാണുന്ന 80% രോഗങ്ങളും ഈ കാലക്രമേണ ഉണ്ടാക്കുന്ന, അതായത് ക്രോണിക് ഇൻഫ്ലമേഷൻ കൊണ്ട് ഉണ്ടാകുന്നതാണ്. അതിൽ പ്രധാനപ്പെട്ടതാണ് അമിതവണ്ണവും. ഈ നീർക്കെട്ട് നമുക്ക് ഡയറ്റ് ചേഞ്ച് ചെയ്യുന്നതിലൂടെ മാറ്റാൻ പറ്റും. അതിന് ഒരുപാട് ശാസ്ത്രീയമായ പഠനങ്ങളുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഇൻഫ്ലമേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, നീർക്കെട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കഴിക്കരുത് എന്ന് പറയാം. എന്നിട്ട് അതിനു പകരമായിട്ട് നമുക്ക് എന്തെല്ലാം കഴിക്കണമെന്നും അപ്പോൾ തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. വൈറ്റ് ബ്രെഡ് ഒഴിവാക്കുക, മൈദയുടെ ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കുക. ഒരു കാര്യം ഒഴിവാക്കാൻ പറഞ്ഞാൽ അടുത്ത നമ്മുടെ മനസ്സിലുള്ള ക്വസ്റ്റ്യൻ പിന്നെ എന്ത് കഴിക്കണം എന്നുള്ളതായിരിക്കും. നിങ്ങൾക്ക് അതിനു പകരം ഗോതമ്പ് പൊടി ഉപയോഗിക്കാം, മട്ടരിയുടെ അരിപ്പൊടി ഉപയോഗിക്കാം. അടുത്തത് ഒഴിവാക്കേണ്ടത് ഷുഗറാണ്. പല രൂപത്തിലുള്ള ഷുഗറുകൾ നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്, അതെല്ലാം ഒഴിവാക്കണം. നമ്മുടെ പാക്കറ്റ് ഫുഡുകൾ ഒഴിവാക്കണം, കാരണം അതിൽ ആർട്ടിഫിഷ്യൽ ഷുഗേഴ്സ് ഉണ്ട്. അതിനു പകരം നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഷുഗർ ഫ്രീ ആയിട്ടുള്ള ജാമുകൾ ഉണ്ടാക്കാം. മധുരത്തിന് വേണ്ടിയിട്ട് ഫ്രൂട്ട്സുകൾ ഉപയോഗിക്കാം. പലപ്പോഴും നമ്മൾ ഒരുപാട് മധുരം ഉപയോഗിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഫ്രൂട്ട്സിലെ മധുരമൊന്നും മനസ്സിലാക്കാൻ പറ്റാത്തത്. നമ്മുടെ ടേസ്റ്റ് ബഡുകളൊക്കെ നമ്മൾ അതുപോലെ ആക്കി തീർത്തതാണ്. ഷുഗറൊക്കെ ഒഴിവാക്കിയാൽ പതുക്കെ പതുക്കെ നമുക്ക് ഫ്രൂട്ട്സുകളിലൊക്കെയുള്ള മധുരം ഫീൽ ചെയ്ത് തുടങ്ങും. തീർച്ചയായും അതിന് സമയമെടുക്കും,
പക്ഷെ നമ്മുടെ നാവിന്റെ ടേസ്റ്റ് ബഡുകളെ അങ്ങനെ നമ്മൾ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരണം. കുറച്ച് കാലം കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അത്ഭുതം തോന്നും, എങ്ങനെയാണ് ഫ്രൂട്ട് ജ്യൂസിലൊക്കെ മധുരം ഇടാതെ നമുക്ക് ഇത്രയും മധുരം ഫീൽ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത്. എൻ്റെ ഒരു ഫ്രണ്ട് അവരുടെ വീട്ടിലെ ചെറിയ കുട്ടികൾക്ക് പോലും ജ്യൂസിലൊന്നും ഒട്ടും മധുരം ഇടാറില്ല. ചെറുപ്പത്തിലേ അവരങ്ങനെ ശീലിച്ചത് കൊണ്ട് അവർക്ക് അതൊരു പ്രശ്നമേ അല്ല. നമ്മളും അങ്ങനെ ആവേണ്ടതുണ്ട്. അടുത്തത് കൊക്കക്കോള പോലുള്ള ഒരുപാട് മധുരവും കളറും ഒക്കെ ചേർത്ത് വരുന്ന സോഫ്റ്റ് ഡ്രിങ്കുകൾ പാടെ ഒഴിവാക്കണം. അതിന് പകരമായിട്ട് പ്ലെയിൻ വാട്ടർ കുടിക്കാം. പിന്നെ ബ്ലാക്ക് ടീ കുടിക്കാം, ലെമൺ വാട്ടർ കുടിക്കാം, കരിക്കും വെള്ളം കുടിക്കാം. അത് നല്ലൊരു ഓപ്ഷനാണ്. മധുരം ഇടാതെയുള്ള ഫ്രൂട്ട് ജ്യൂസുകളും നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും. അടുത്തതായിട്ട് പറയുന്നത് പ്രോസസ് ഫുഡുകൾ ഒഴിവാക്കണം. കോമൺ ആയിട്ട് പറഞ്ഞാൽ പാക്കറ്റിൽ വരുന്ന എല്ലാ ഫുഡുകളും ഒഴിവാക്കണം. എത്ര കാലം വേണമെങ്കിലും കേടുകൂടാതിരിക്കുന്ന ഫുഡുകൾ, ലേസ്, ചിപ്സ് പോലുള്ളവ, ഇതിലൊക്കെ കേടുകൂടാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രിസർവേറ്റീവ്സ് ചേർക്കുന്നുണ്ട്. ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് പല കെമിക്കൽസും ചേർക്കുന്നുണ്ട്. അതുപോലെ കാണാൻ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് കളറിംഗ് ഏജൻസ് ചേർക്കുന്നുണ്ട്. ഇതൊക്കെ ശരീരത്തിൽ നീർക്കെട്ട് ഉണ്ടാക്കാൻ കാരണമാകും. അതിനു പകരമായിട്ട് ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ഭക്ഷണത്തിൽ ധാരാളമായിട്ട് ഉൾപ്പെടുത്തുക. പല കളറിലുള്ള പച്ചക്കറികൾ, പഴങ്ങൾ ഭക്ഷണത്തിൽ നിർബന്ധമായിട്ടും ഉൾപ്പെടുത്തുക. അടുത്തത് ഒഴിവാക്കേണ്ടത് പ്രോസസ്ഡ് മീറ്റുകളാണ്. പ്രോസസ്ഡ് മീറ്റുകൾ കുറച്ചു കാലം മുന്നേ മലയാളികൾക്ക് അത്ര അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇത് നമുക്ക് യഥേഷ്ടം കിട്ടുന്നുണ്ട്. ഈ റെഡിമെയ്ഡ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന പാക്കറ്റ് ഫുഡുകൾ വരുന്നില്ലേ? ഇപ്പൊ പാക്കറ്റ് നഗറ്റ്സുകളൊക്കെ ഉണ്ട്. അതിലൊക്കെ മീറ്റ്, ചിക്കൻ ഒക്കെ അടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇതൊരു വർഷമൊക്കെ കേടുകൂടാതിരിക്കും. അത്രയും പ്രിസർവേറ്റീവ്സും കാര്യങ്ങളും ഒക്കെ ചേർത്തിട്ടാണ് അത് നമ്മുടെ കയ്യിലെത്തുന്നത്. ഇങ്ങനെ വരുന്ന റെഡി ടു കുക്ക് ഐറ്റംസ് ഒക്കെ പ്രോസസ്ഡ് ആണ്. അതുപോലെ ബർഗർ, അതിനുള്ളിലെ മീറ്റ് പ്രോസസ്ഡ് മീറ്റ് ആണ്. സാൻഡ്വിച്ചുകളിലെല്ലാം ഇതേപോലെ പ്രോസസ്ഡ് മീറ്റുകൾ ഉണ്ടാവും. ഇതൊക്കെ നിങ്ങളുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും, നീർക്കെട്ട് ഉണ്ടാക്കും. ഇതിന് പകരമായിട്ട് ഫ്രഷ് ആയിട്ടുള്ള ചിക്കന്, ബീഫ്, ഫിഷും ഒക്കെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. അത് ഫ്രൈ ചെയ്യാതെ കറി വെച്ച് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈ പ്രോസസ്ഡ് ഫുഡ് എന്ന് കേൾക്കുമ്പോൾ ഒരുപാട് ആലോചിക്കൊന്നും വേണ്ട. നമുക്ക് കഴിക്കാൻ പറ്റാത്ത ഫുഡ് ഏതാണ്, അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഏതാന്ന് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ വാങ്ങുന്ന ഫുഡ് അതിന്റെ നാച്ചുറൽ ആയിട്ടുള്ള ഫോമിലാണോ എന്ന് നോക്കുക. എക്സാമ്പിൾ പറഞ്ഞാൽ ലേസ് എടുക്കുക. അപ്പോൾ ചിന്തിക്കുക, അതിന്റെ നാച്ചുറൽ ഫോം എന്താ? ഉരുളക്കിഴങ്ങല്ലേ? അത് പക്ഷെ നമ്മുടെ കൈ കിട്ടിയിരിക്കുന്ന ആ ലേസിന് ഉരുളക്കിഴങ്ങിന്റെ എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ? അതിന്റെ ടേസ്റ്റ് ഉണ്ടോ? ആ ടേസ്റ്റ് ഒക്കെ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. കാണാൻ എത്ര വ്യത്യാസം വന്നോ? അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് അത്രയും വ്യത്യാസം വന്നിട്ട് ഫാക്ടറിയിലൊക്കെ പോയിട്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടാണ് ലേസ് ആയിട്ട് വരുന്നത്. അപ്പൊ ഈ ഉരുളക്കിഴങ്ങിന് ഒരുപാട് പോഷക മൂല്യങ്ങളുണ്ട്. പക്ഷെ ഫാക്ടറിയിൽ പോയിട്ട് ഇത്രയും മാറ്റങ്ങൾ കഴിഞ്ഞിട്ട് ലേസ് ആയിട്ട് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ഈ ഉരുളക്കിഴങ്ങിന്റെ ഒരു പോഷക മൂല്യവും ആ ലേസിന് ഉണ്ടാവില്ല. അതിൽ പ്രിസർവേറ്റീവ്സ് വന്നു, ടേസ്റ്റിന് വേണ്ടിയിട്ട് പല കെമിക്കൽസും ആഡ് ചെയ്തു. അത് ഫ്രൈ ചെയ്തെടുത്തത് റിഫൈൻഡ് ഓയിലായിരിക്കും. അപ്പൊ അതെല്ലാം പ്രശ്നമാണ്. അപ്പൊ അതൊരു പ്രോസസ് ഫുഡ് ആകുമ്പോഴേക്കും അതിന്റെ നാച്ചുറൽ രൂപം മാറുകയും ചെയ്യും, അതിന്റെ ഗുണങ്ങളെല്ലാം നഷ്ടപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് പ്രോസസ്ഡ് ഫുഡുകൾ തീർച്ചയായിട്ടും മുഴുവനായിട്ടും ഒഴിവാക്കണം. അടുത്തത് ട്രാൻസ് ഫാറ്റുകൾ ഒഴിവാക്കണം. റിഫൈൻഡ് ഓയിലുകൾ ഒഴിവാക്കണം. ട്രാൻസ് ഫാറ്റുകൾ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ ഏതൊക്കെയാ? നമുക്ക് കിട്ടുന്ന പല ഫുഡുകളിലും ട്രാൻസ് ഫാറ്റുകൾ ഉണ്ട്, റിഫൈൻഡ് ഓയിലുകൾ ഉണ്ട്. കുക്കീസ്, കേക്ക്, പിസ്സ, ബേക്കറി ഐറ്റംസ്, ഇതിലെല്ലാം അൺഹെൽത്തി ആയിട്ടുള്ള ട്രാൻസ് ഫാറ്റുകളാണ് ഉള്ളത്. അതിനു പകരം ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റുകൾ ഉപയോഗിക്കാം. ഒലീവ് ഓയിൽ ഉപയോഗിക്കാം, വെളിച്ചെണ്ണ ഉപയോഗിക്കാം, നെയ്യ് ഉപയോഗിക്കാം. ഹെൽത്തി ഫാറ്റുകൾക്ക് വേണ്ടിയിട്ട് നട്ട്സുകൾ കഴിക്കാൻ പറ്റും. ബദാം, വാൾനട്ട് പോലെയുള്ളതിലൊക്കെ ഒമേഗ 3 ഫാറ്റി ആസിഡ് ഉണ്ട്. ഹെൽത്തി ഫാറ്റ് ആണ് അതൊക്കെ. അതിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ് പോലുള്ള ഹെൽത്തി ഫാറ്റ് ആണുള്ളത്. അത് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും. അടുത്തത് റെഡ് മീറ്റുകൾ മാക്സിമം കുറയ്ക്കുക. ബീഫ്, മട്ടനും ഒക്കെ വളരെ മിനിമം ആയിട്ട് ഉപയോഗിക്കുക. അതിന് പകരമായിട്ട് ലെഗ്യൂംസ്, പലതരം കടലകള്, ചെറുപയറുകള്, പിന്നെ മുഴുധാന്യങ്ങള്, നമ്മുടെ തവിടോട് കൂടിയുള്ള ധാന്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ കിൻവ, ചാമ ഇവയൊക്കെ ഉപയോഗിക്കാം. അതുപോലെ ഇലക്കറികൾ ധാരാളമായിട്ട് കഴിക്കാം. മുരിങ്ങയില, ചീരയില, നമ്മുടെ തൊടിയിൽ കിട്ടുന്ന, നമ്മുടെ അടുത്തൊക്കെ കിട്ടുന്ന ഇലക്കറികൾ ധാരാളമായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക. അടുത്തത് കോഫി മാക്സിമം കുറയ്ക്കുക. മുഴുവനായിട്ട് ഒഴിവാക്കാനൊന്നും പറയുന്നില്ല കേട്ടോ.
കോഫിക്ക് ചില ഗുണങ്ങളുണ്ട്. എന്നാൽ കോഫിയുടെ എണ്ണം മിനിമം ആക്കണം. ഒരു ദിവസം 1-2 കോഫിയിൽ അത് നിർത്തണം. പക്ഷെ അതിലേക്ക് ഒരിക്കലും ക്രീമും ഷുഗറും ഒന്നും ആഡ് ചെയ്തിട്ട് അത് അൺഹെൽത്തി ആക്കരുത്. അതിന് പകരം നിങ്ങൾക്ക് എന്തൊക്കെ കഴിക്കാൻ പറ്റും? ഗ്രീൻ ടീ കഴിക്കാം. അതിൽ ധാരാളം ആന്റി ഓക്സിഡൻസ് ഉണ്ട്. അത് നല്ലൊരു ഓപ്ഷനാണ്. അടുത്തത് ബേക്കറികളാണ്. ഈ ഫ്രീക്വന്റ് സ്നാക്കിംഗ്, ഈ ബേക്കറികൾ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നത് പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. ഇത് നിങ്ങൾക്ക് നീർക്കെട്ട് ഉണ്ടാക്കാൻ പ്രധാന കാരണമാണ്. പ്രത്യേകിച്ച് വിശന്നിരിക്കുമ്പോൾ ഈ സ്നാക്സുകൾ കഴിക്കരുത്. ഈ വിശന്നിരിക്കുമ്പോൾ ഈ സ്നാക്സുകൾ കഴിച്ചാൽ അതിന് ഒരു കൺട്രോളും ഉണ്ടാവില്ല. ഒരുപാട് നമ്മൾ കഴിക്കും. അതിന് പകരമായിട്ട് ഒരു ബൗള് ഫ്രൂട്ട്സ് കഴിച്ചോളൂ, അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് കഴിച്ചോളൂ. അപ്പം നമ്മൾ ഒരുപാട് നമ്മുടെ നീർക്കെട്ട് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കരുതെന്നും അതിന് പകരമായിട്ട് എന്തെല്ലാം കഴിക്കാമെന്നും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഇതൊരു ആന്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് ആണ്. ഇത് ഫോളോ ചെയ്യണമെങ്കിൽ ഒരു സിമ്പിൾ ട്രിക്കും കൂടി പറഞ്ഞുതരാം. ഈ സിമ്പിൾ ട്രിക്ക് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് അത് കൺസിസ്റ്റന്റ് ആയിട്ട് കുറേ കാലത്തിന് ചെയ്യാൻ പറ്റും. PSC ഈ റൂൾ എന്നാണ് പറയുന്നത്. P മീൻസ് പ്ലാൻ. അതായത് നമുക്കൊരു പ്ലാൻ ഉണ്ടാവണം. നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോവുകയാണ്. ആദ്യം നമുക്ക് എന്തെല്ലാം വേണമെന്ന് നമ്മൾ എഴുതി വെക്കണം. പണ്ടൊക്കെ നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കാറുണ്ടായിരുന്നു അല്ലേ? പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നുമല്ല. സൂപ്പർ മാർക്കറ്റിലേക്ക് നമ്മൾ പോകും, കാണുന്ന സാധനമൊക്കെ നമ്മുടെ ബാസ്ക്കറ്റിൽ നിറക്കും. അപ്പോൾ നമ്മൾ ഹെൽത്തി ആയിട്ട് ഒരാഴ്ച എന്തെല്ലാം കഴിക്കണം എന്ന് ഒരു പ്ലാൻ ഉണ്ടാക്കി വെക്കണം. എന്നിട്ട് ആ ഒരാഴ്ചത്തേക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് അത് മാത്രം വാങ്ങുക. S മീൻസ് ഷോപ്പിംഗ്. അതായത് സൂപ്പർ മാർക്കറ്റിൽ കയറിയാൽ ഈ ലിസ്റ്റിലുള്ള കാര്യങ്ങൾ മാത്രം വാങ്ങുക. അവിടെ പോകുമ്പോഴായിരിക്കും ഒരുപാട് പ്രോസസ്ഡ് ഫുഡുകൾ, ഒരുപാട് പാക്കറ്റ് ഫുഡുകളൊക്കെ കാണുന്നത്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കുക. നിങ്ങൾ അവിടെ പോകുമ്പോൾ ചിലപ്പോൾ സീസണലായിട്ടുള്ള ഒരു ഫ്രൂട്ട്സ് കാണും. അങ്ങനെ കണ്ട് അത് വാങ്ങിക്കോളൂ, കുഴപ്പമൊന്നുമില്ല. പ്രോസസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റിവെക്കാൻ ശ്രദ്ധിക്കുക. പാക്കഡ് ഫുഡുകളൊന്നും വാങ്ങണ്ട. C മീൻസ് കുക്കിംഗ്. പുറത്തു നിന്നുള്ള ഫുഡുകൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. വീട്ടിൽ തന്നെ പാചകം ചെയ്യാൻ ശ്രമിക്കുക. അത് നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടാക്കും. കുക്ക് ചെയ്യുമ്പോൾ വീട്ടിലുള്ള എല്ലാവരും അതിൽ പങ്കാളിയാവാൻ ശ്രദ്ധിക്കുക. വീട്ടിൽ ഹസ്ബൻഡും വൈഫും മക്കളും ഒക്കെ ചേർന്ന് ഫുഡ് ഉണ്ടാക്കുമ്പോൾ അത് വളരെ രസകരമായിട്ടുള്ള ഒരു അനുഭവമായിരിക്കും. അത്യാവശ്യ സന്ദർഭങ്ങളിൽ മാത്രം, ചില ഒക്കേഷനിൽ മാത്രം ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കാം. അടുത്തത് E മീൻസ് ഈറ്റിംഗ്. ഭക്ഷണം കഴിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ? മനസ്സമാധാനത്തോടെ ഭക്ഷണം ആസ്വദിച്ച് കഴിക്കാനുള്ള സമയം കണ്ടെത്തുക. ഫാമിലി എല്ലാവരും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക. മൈൻഡ്ഫുൾ ഈറ്റിങ്ങിന് നമ്മുടെ മാനസിക ആരോഗ്യത്തിനും നമ്മുടെ ഗട്ട് ഹെൽത്തിനും ഒക്കെ അത്യാവശ്യമാണ്. ഇടയ്ക്കിടയ്ക്ക് സാധനങ്ങൾ വാങ്ങാൻ കടയിൽ പോകാതിരിക്കാം. കാരണം അവിടെ കുറേ പാക്കറ്റ് ഫുഡുകൾ ഉണ്ടാവും. കാണാൻ ഭംഗിയായിട്ടുള്ള അൺഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് ഫുഡുകൾ നമ്മൾ ഇതിനിടയ്ക്ക് കാണും. അത് കാണുമ്പോൾ നമ്മൾ അത് വാങ്ങും. അതുകൊണ്ട് മാക്സിമം ഒരാഴ്ചയിൽ എല്ലാം കൂടി വാങ്ങാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ അറിയിക്കുക. ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതും കമന്റിൽ പറയാം. Live better, feel better. Thank you.